കോടശ്ശേരി കുറ്റിച്ചിറയിൽ പുലിയിറങ്ങി. മാള അമ്പഴക്കാട് 6 ആടുകൾ ചത്തത് വന്യജീവി ആക്രമണത്തിൽ രക്തം വാർന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ബുധനാഴ്ച. ദേവസംഗമത്തിൽ പങ്കെടുക്കുന്നത് 24 ദേവീദേവന്മാർ. പിടിക്കപ്പറമ്പ് ആനയോട്ടത്തിൽ കൊമ്പൻ ചോപ്പീസ് കുട്ടി ശങ്കരൻ ഒന്നാമതെത്തി. മുല്ലശ്ശേരി പറപ്പാടൻ കോൾപ്പടവിലെ നെൽകർഷകർ ദുരിതത്തിൽ. കൊയ്ത്തു കഴിഞ്ഞ് സംഭരിച്ച നെല്ല് സപ്ലൈകോ നിയോഗിച്ച മില്ലുടമകൾ ഏറ്റെടുക്കാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കി. ചാലക്കുടിയിലെ കോടതി സമുച്ചയം പ്രവർത്തനക്ഷമമാകുന്നതോടെ അടിപ്പാതയിലും ട്രാംവേ റോഡിലും വൻ ഗതാഗത കുരുക്ക് രൂപപ്പെടുമെന്ന ആശങ്ക. അടിപ്പാതയിലെ പ്രവേശന കവാടത്തിന് വേണ്ടത്ര വീതിയില്ലാത്തത് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കും. നമസ്കാരം. വാർത്തകൾ വിശദമായി. കോടശ്ശേരി കുറ്റിച്ചിറയിൽ പുലിയിറങ്ങി. തോപ്പിൽ സുഭാഷ് എന്നയാൾ ബൈക്കിൽ പോകുന്നതിനിടെ കുറ്റിച്ചിറ NSS കോളനി പ്രദേശത്ത് പുലിയെന്ന് കരുതുന്ന ജീവി മുന്നിലൂടെ ഓടിപ്പോകുന്നതായി കണ്ടത്. പിന്നീട് സമീപത്തെ ദേവയാനി എന്ന സ്ത്രീയുടെ വീടിന്റെ പിൻഭാഗത്ത് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടു. ചായപ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുമെത്തിയ ഉദ്യോഗസ്ഥർ കാൽപ്പാടുകൾ പരിശോധിച്ച് പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. വനാതിർത്തിയോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ കൂടുതൽ നടപടികളിലേക്ക് വനപാലകർ കടന്നിട്ടില്ല. ചാലക്കുടി മേഖലയിൽ ഇറങ്ങിയ പുലിയെ വീഴ്ത്താൻ വനപാലകർ നടത്തുന്ന ശ്രമങ്ങൾ 3 ആഴ്ച പിന്നിടുമ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് മേലൂർ മേഖലയിൽ പുലിയിറങ്ങിയതിന്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. പുലികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ആദ്യ സംഭവമല്ല. മാള, മേലൂരിലും വെറ്റിലപ്പാറയിലും വർഷങ്ങൾക്ക് മുമ്പ് ജനവാസ മേഖലയിൽ പുലികൾ ഇറങ്ങിയിട്ടുണ്ട്. 33 വർഷം മുമ്പ് മാള പൊയ്യയിൽ വീടിനുള്ളിൽ കയറിയ പുലിയെ പോലീസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ചത്ത പുലിയെ വാഴച്ചാൽ വനം വകുപ്പ് ഡോർമെറ്ററിയിൽ സ്റ്റഫ് ചെയ്തു വെച്ചതും ഇന്നും കാണാം. 11 വർഷം മുമ്പ് മേലൂർ പൂലാനി കുറുപ്പത്ത് ഇടയപ്പുറം സതീശന്റെ വീട്ടുപറമ്പിലെ ഉപയോഗമില്ലാതെ കിടന്ന കിണറ്റിൽ പുലി വീണിരുന്നു. 10 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ പിടിച്ച പുലിയെ പറമ്പിക്കുളം കാട്ടിൽ തുറന്നുവിടുകയായിരുന്നു. 2014 നടന്ന ഈ സംഭവം ഓർത്തെടുത്ത സതിക്കും മകൻ സതീശനും ഇന്നും നടുക്കം വിട്ടുമാറിയിട്ടില്ല. എന്നിട്ട് ഞാനവിടെ നിന്ന് മിറ്റടിക്കായിരുന്നു. വായും പൊളിച്ച് നാവൊക്കെ നീട്ടി സാധനം പറഞ്ഞു. അപ്പോഴാണ് പുലിയാണല്ലോ ഈ പറഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ ചൂരിട്ടുണ്ട് ഓടി ഇവിടെ വീണ് സിറ്റടിയിൽ വീണ് കാലിലേക്ക് കയറി വാതിലടച്ചു. പിന്നെ എങ്ങനെ പോയെന്ന് എനിക്കറിയില്ല. വല്യമ്മയുടെ മോനോട് വിളിച്ച് പറയണേ, ചേട്ടാ കിണറ്റിൽ പുലിയുണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെ വരുമ്പോഴേക്കും ഞാൻ അവിടെ വരുമ്പോഴേക്കും നിറച്ചാളായി. വനം വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കിയ സംഭവമായിരുന്നു പൂലാനിയിലേതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PB ബാബു പറഞ്ഞു. ഇവിടെയുള്ള ഒരു വീട്ടമ്മയാണ് പുലിയെ കണ്ടു എന്ന് സംശയം പ്രകടിപ്പിച്ചത്. ഒരുപറ്റ യുവാക്കൾ ഈ പ്രദേശത്തുണ്ടായിരുന്നു. അവരും കണ്ടു എന്ന് സംശയിച്ചു. ഓടിപ്പോയി എന്ന് പറയുന്ന പ്രദേശം വരെ ഞങ്ങൾ എല്ലാവരും വന്ന് നോക്കി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ബഡ്ജറ്റ് ഡിപ്പാർട്ട്മെൻറ്റുള്ള എല്ലാവരും കൂടി വന്ന് നോക്കി. പക്ഷെ നമുക്ക് കണ്ടെത്താനായില്ല. മാർക്കിങ്ങിൽ നിന്ന് പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ ഫോറസ്റ്റിനോട്ട് കഴിഞ്ഞില്ല. രാത്രിയിൽ എല്ലാവരോടും ശ്രദ്ധ കൈവരിക്കാൻ പറഞ്ഞിട്ടാണ് അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത്. ഉച്ചയോടുകൂടിയാണ് തൊട്ടടുത്ത് ഞങ്ങൾ ഈ നിരീക്ഷണം നടത്തിയതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പൊട്ടക്കിണർ പോലുള്ള ഒരു കിണറ്റിലാണ് വീണൊരു ഉച്ച 2 മണി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വിവരം കിട്ടുന്നത്. കാട്ടിലെ മ്ലാവുകൾ അടക്കമുള്ള മൃഗങ്ങളെക്കാൾ പുലികൾക്ക് പ്രിയം നായകളാണെന്ന് ജന്തുശാസ്ത്ര മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ആദിവാസി ഉന്നതിയിൽ ധാരാളം നായ്ക്കളെ വളർത്തുന്നതിന്റെ ലക്ഷ്യം പുലിയുടെ നേരിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്നും അവർക്ക് രക്ഷപ്പെടുവാനും കൂടിയാണ്. നിബിഡ ഭാഗത്തേക്കാൾ നാടുമായി അതിർത്തി പങ്കിടുന്ന കാടുകളിലാണ് കൂടുതലും പുലികൾ തമ്പടിക്കുന്നതെന്നും പറയുന്നു. TCV ചാലക്കുടി. മാള അമ്പഴക്കാട് 6 ആടുകൾ ചത്തത് വന്യജീവി ആക്രമണത്തിൽ രക്തം വാർന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വെള്ളിയാഴ്ച പുലർച്ചെയാണ് അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ ഗോപിയുടെ ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. കടിച്ചു കയറാൻ ശേഷിയുള്ള ജീവിയുടെ ആക്രമണത്തിലാണ് ആടുകൾ ചത്തതെന്നും മാംസത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നതായും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ B അജിത് ബാബു അറിയിച്ചു. എല്ലാ ആടുകൾക്കും കഴുത്തിലും കാലിലും ആഴത്തിലുള്ള മുറിവേറ്റിരുന്നു. പുലിയാണ് ആക്രമിച്ചതെന്ന് കിംവദന്തി ഉണ്ടായിരുന്നുവെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ അഭ്യൂഹങ്ങൾക്ക് വിരാമമായി. സംഭവത്തെ തുടർന്നുള്ള 2 ദിവസവും പുലർച്ചെ ആടുകളുടെ അടുത്ത് കുറുനരികൾ എത്തിയത് കണ്ടതായും ഗോപിയും ഭാര്യ മിനിയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. വാൽപ്പാറയിൽ പുള്ളിപ്പുലിയുടെ ആക്രമണത്തിൽ നിന്നും തോട്ടം തൊഴിലാളിയുടെ മകൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. റൊട്ടിക്കാടി ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന ശിവകുമാർ സത്യ ദമ്പതികളുടെ മകൻ വീടിന്റെ മുൻഭാഗത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുലി ചാടി വീഴുകയായിരുന്നു. വീടിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന വളർത്തുനായ്ക്കൾ കുരയ്ക്കുകയും ശിവകുമാറും സത്യയും ബഹളം വയ്ക്കുകയും ചെയ്തപ്പോൾ പുലി ഓടിപ്പോവുകയും ചെയ്തു. മേഖലയിൽ പുലിയുടെ ആക്രമണം പതിവാണെന്നും ഇതിനൊരു പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു.
ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ബുധനാഴ്ച. ദേവസംഗമത്തിൽ പങ്കെടുക്കുന്നത് 24 ദേവീദേവന്മാർ. ആനച്ചന്തവും പൂരപ്പെരുമയും മേളപ്പെരുക്കവുമായി ബുധനാഴ്ച ആറാട്ടുപുഴ ഉത്സവലഹരിയിലാകും. 33 കോടി ദേവഗണങ്ങൾ എത്തുമെന്ന് വിശ്വസിക്കുന്ന ദേവസംഗമത്തിനായി കാത്തിരിക്കുകയാണ് ഏവരും. തൊട്ടിപ്പാൾ പകൽപൂരം കഴിഞ്ഞ് ആറാട്ടുപുഴ ശാസ്താവ് 4 മണിയോടെ ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. തുടർന്നുള്ള നിത്യപൂജകൾക്ക് ശേഷം വൈകിട്ട് 6:30 15 ആനകളുടെ അകമ്പടിയോടെ പടിഞ്ഞാറ് നടയിൽ ശാസ്താവിന്റെ പൂരം ആരംഭിക്കും. കൊമ്പൻ പാമ്പാടി രാജൻ തിടമ്പേറ്റും. 250-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളത്തിന് പെരുവനം സതീശന്മാരാർ പ്രാമാണികത്വം വഹിക്കും. 1443 ആറാട്ടുപുഴ പൂരത്തിന്റെ വേദി അരങ്ങുണർന്നു കഴിഞ്ഞു. ഏപ്രിൽ 9 വൈകുന്നേരം 6:30 ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പോടെയാണ് ഈ പൂരത്തിന് ആരംഭം കുറിക്കുക. 15 ആനകൾ, 10:40 വരെ പഞ്ചാരിമേളം. അത് കഴിഞ്ഞാൽ പങ്കാളി ക്ഷേത്രങ്ങളായിട്ടുള്ള ചാത്തക്കുടം, തൊട്ടിപ്പാള്, എടക്കുന്നി, അന്തിക്കാട്, ചൂരക്കോട്, കാവ്, കടുപ്പശ്ശേരി, പിഷാരിക്കല്, അതേപോലെയുള്ള ക്ഷേത്രങ്ങളുടെ പൂരങ്ങൾ ഇവിടെ ആരംഭിക്കും. കയറ്റവും ഇറക്കവും പടിഞ്ഞാറ് എന്നുള്ള വരവായിട്ട് ഈ പൂരപ്പാടത്ത് മേളങ്ങൾ ധാരാളമായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. പഞ്ചാരിമേളം കൊട്ടിക്കലാശിച്ചാൽ തൃപ്രയാർ തേവർ കൈതവളപ്പിൽ എത്തിയിട്ടുണ്ടോ എന്ന് ആരായുന്ന ചടങ്ങിനായി 7 ആനകളുടെ അകമ്പടിയോടെ 7 കണ്ടം വരെ പോകും. മടക്കയാത്രയിൽ ശാസ്താവ് നിലപാട് തറയിൽ ഏവർക്കും ആതിഥ്യമരുളി നിലപാട് നിൽക്കും. ചാത്തക്കുടം ശാസ്താവിന്റെ പൂരത്തിന് ശേഷം എടക്കുന്നി ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ചാത്തക്കുടം ശാസ്താവിന് നിലപാട് നിൽക്കാനേൽപ്പിച്ച് ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിലേക്ക് തന്നെ മടങ്ങും. തേവർ കൈതവളപ്പിലെത്തുന്നതുവരെ വിവിധ പൂരങ്ങൾ അരങ്ങേറും. രാത്രി 11 മണിയോടെ പഞ്ചാരിമേളത്തിന്റെ അകമ്പടിയോടെ തൊട്ടിപ്പാൾ ഭഗവതിയോടൊപ്പം ചാത്തക്കുടം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പാണ് ആദ്യം. തുടർന്ന് നെട്ടിശ്ശേരി ശാസ്താവിന്റെ പൂരവും എടക്കുന്നി ഭഗവതിയുടെ എഴുന്നള്ളിപ്പും നടക്കും. അന്തിക്കാട്, ചൂരക്കോട് ഭഗവതിമാരുടെ പൂരങ്ങളും പൂനിലാർക്കാവ്, കടുപ്പശ്ശേരി, പിഷാരിക്കൽ ഭഗവതിമാരുടെ എഴുന്നള്ളത്തും നടക്കും. തുടർന്ന് തൃപ്രയാർ തേവരുടെ പൂരം കൈതവളപ്പിൽ എത്തും. പല്ലിശ്ശേരി സെന്റർ മുതൽ പൂരപ്പാടം വരെ 5 ആനകളും അവിടെ നിന്ന് കൈതവളപ്പ് വരെ 11 ആനകളും അകമ്പടിയാകും. ആദ്യം പഞ്ചവാദ്യവും തുടർന്ന് 21 ആനകൾ അണിനിരക്കുന്ന പാണ്ടിമേളവും നടക്കും. പാണ്ടിമേളം അവസാനിക്കുന്നതോടെ തേവരുടെ ഇടത്തുഭാഗത്ത് ചാത്തക്കുടം ശാസ്താവിനോടൊപ്പം പൂരകത്തമ്മയും വലതുഭാഗത്ത് ചേർപ്പ് ഭഗവതിയുമായി 70ഓളം ആനകൾ അണിനിരക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പ് നടക്കും. ഈ പൂരത്തിന്റെ ആതിഥേയൻ ആറാട്ടുപുഴ ശാസ്താവാണ്. നെടുനായകത്വം തൃപ്രയാർ തേവർക്കാണ്. ആ തൃപ്രയാർ തേവര് പല്ലിശ്ശേരി സെന്ററിൽ ഏകദേശം 1 മണിയോടുകൂടി എത്തും. അവിടെ നിന്നിട്ട് പഞ്ചവാദ്യം, പാടത്ത് വരെ പഞ്ചവാദ്യം 11 ആനകളോടെ സമാപിക്കും. അവിടുന്ന് 21 ആനകളോടുള്ള പാണ്ടിമേളമാണ്. പാണ്ടിമേളം പന്തലിൽ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ പൂരത്തിൻ്റെ പ്രധാന ആകർഷണമായിട്ടുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിക്കും. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തേവരുടെ വലതുഭാഗത്ത് ഭൂമിദേവി സങ്കല്പമുള്ള ചേർപ്പ് ഭഗവതിയും ഇടതുഭാഗത്ത് ചാത്തക്കുടം ശാസ്താവിനോടൊപ്പം ഊരകത്തമ്മ തിരുവടിയും കൂടിയിട്ടുള്ള കൂട്ടിയെഴുന്നള്ളിപ്പ് വൈകുണ്ഠ സമ്മാനമായിട്ടുള്ള എഴുന്നള്ളിപ്പായിട്ട് കണക്കാക്കും. കൂട്ടിയെഴുന്നള്ളിപ്പ് അവസാനിച്ച് മന്ദാരംകടവിലെ ആറാട്ടിന് ശേഷം ഉപചാരം ചൊല്ലിപ്പിരിയുന്നതോടെ ആറാട്ടുപുഴ പൂരത്തിന് സമാപനമാകും. ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേള എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരത്തിനായി കാത്തിരിക്കുകയാണ് പൂരപ്രേമികളും ആനപ്രേമികളും ഭക്തരും. ഇനി ആറാട്ടുപുഴ ക്ഷേത്രവും പൂരപ്പാടവുമെല്ലാം പൂരലഹരിയിലേക്ക്. ക്യാമറമാൻ കൃഷ്ണകുമാർ കെ മലയിലിനൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, TCV ന്യൂസ്. ആറാട്ടുപുഴ പൂരത്തിന്റെ ഭാഗമായി പിടിക്കപ്പറമ്പ് ആനയോട്ടത്തിൽ കൊമ്പൻ ചോപ്പീസ് കുട്ടിശങ്കരൻ ഒന്നാമതെത്തി. ചക്കംകുളം, നാങ്കുളം, ചിറ്റിച്ചാത്തക്കുടം, മേടംകുളം, കോടഞ്ഞൂർ ശാസ്താക്കന്മാരും എടക്കുന്നി, തൈക്കാട്ടുശ്ശേരി, തൊട്ടിപ്പാൾ ഭഗവതിമാരും പങ്കെടുത്തു. ചേർപ്പ്, ഊരകം, ആറാട്ടുപുഴ, നെട്ടിശ്ശേരി ദേവീദേവന്മാരും ചടങ്ങിന്റെ ഭാഗമായി പിടിക്കപ്പറമ്പിൽ എഴുന്നള്ളിയെത്തി. മുല്ലശ്ശേരി പറപ്പാടം കോൾപ്പടവിലെ നെൽകർഷകർ ദുരിതത്തിൽ. കൊയ്ത്ത് കഴിഞ്ഞ് സംഭരിച്ച നെല്ല് സപ്ലൈകോ നിയോഗിച്ച മില്ലുടമകൾ ഏറ്റെടുക്കാത്തതാണ് കർഷകർക്ക് ദുരിതമായി തീർന്നത്. കഴിഞ്ഞ മാർച്ച് 24-ന് പടവിലെ നെൽകൃഷിയുടെ വിളവെടുപ്പ് പൂർത്തിയായതാണ്. നെല്ല് സംഭരിക്കുന്നതിന് സപ്ലൈകോ നിയോഗിച്ച 8ഓളം മില്ലുകൾ പടവിലെത്തിയെങ്കിലും വിവിധ കാരണങ്ങൾ പറഞ്ഞ് നെല്ലെടുക്കാതെ മടങ്ങിപ്പോകുകയായിരുന്നുവെന്ന് പടവ് കമ്മിറ്റി പ്രസിഡന്റ് VD അനിൽകുമാർ പറഞ്ഞു. നമ്മുടെ നെല്ല് ഇതുവരെ ഇവിടുന്ന് കയറ്റി പോകാത്ത ഒരവസ്ഥയിലാണ്. കർഷകർ വളരെ ശോചനീയാവസ്ഥയിലാണ്.
കാരണം പണ്ടം പണയം വെച്ചും കടം മേടിച്ചും പലിശയ്ക്ക് മേടിച്ചും വിത്തിട്ട് മുളപ്പിച്ച് അതൊരു നെല്ലാക്കി കൊയ്ത് ഇവിടെ കയറ്റി വെച്ചിട്ട് 14 ദിവസമായി ഇതുവരെ ഈ നെല്ല് ഇവിടുന്ന് കയറ്റി പോകാത്ത ഒരവസ്ഥ. 33 ഏക്കർ വിസ്തൃതിയുള്ള പറപ്പാടം കോൾപടവിൽ ഉമാവിത്ത് ഉപയോഗിച്ചാണ് കർഷകർ കൃഷി ചെയ്തത്. സ്വർണം പണയം വെച്ചും ബാങ്കിൽ നിന്നും ലോൺ എടുത്തും കൃഷി ഇറക്കിയവരാണ് പടവിലെ ഭൂരിഭാഗം കർഷകരും. നിലമൊരുക്കി കൃഷി ഇറക്കുന്നതിനും വളവും കീടനാശിനികളും ഉപയോഗിച്ചതിനുമായി വലിയൊരു തുക കർഷകർക്ക് ചിലവ് വന്നിട്ടുണ്ട്. കൊയ്ത്തു കഴിഞ്ഞ 2 ആഴ്ച പിന്നിട്ടിട്ടും സപ്ലൈകോ നിയോഗിച്ച മില്ലുടമകൾ നെല്ലെടുക്കാൻ തയ്യാറാവാത്തത് കർഷകരോടുള്ള വെല്ലുവിളിയാണെന്ന് കർഷകനായ KN ഷിബു പറഞ്ഞു. പലതരത്തിലുള്ള പ്രതിസന്ധികളെ നേരിട്ടിട്ടാണ് കർഷകർ ഈ നിലയിലെങ്കിലും കൊയ്ത് എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് 2 ആഴ്ചകളും കഴിഞ്ഞിട്ട് പോലും നെല്ലെടുത്ത് പോകാനുള്ള സമയം ഉണ്ടായിട്ടില്ല. അപ്പോൾ കർഷകർ വാടകയ്ക്ക് എടുത്തൊരു സ്ഥലത്താണ് ഈ നെല്ല് ഇതുവരെ സംഭരിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ വാടക ഇപ്പോൾ മഴയും പെയ്തു തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് ടാർപ്പായിട്ട് മൂടാനൊക്കെ ആയിട്ട് വാടകയ്ക്ക് എടുത്ത ടാർപ്പായ, പിന്നെ മില്ലുകാർ വന്ന് നോക്കി കഴിഞ്ഞിട്ട് പതിര് നീക്കണം എന്നതിൻ്റെ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വാടകയ്ക്ക് ബ്ലോവർ മെഷീൻ എടുത്ത് കൊണ്ടുവന്നിട്ട് ആ വാടക, അതിൻ്റെ വാടക, അത് 5-6 ദിവസം വർക്ക് ചെയ്തത്, അതിൻ്റെ വൈദ്യുതി ചെലവ്, അങ്ങനെ നാനാവിധമായ അധിക ചെലവുകൾ കർഷകർ നേരിടുകയും നെല്ലുൽപാദനം വളരെയധികം കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കർഷകർക്ക് ഇതിനും ന്യായമായ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റ് തലത്തിലും നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പടവിൽ സംഭരിച്ച നെല്ലിനൊപ്പം പതിരുമുണ്ടെന്നാണ് മില്ലുടമകൾ ആദ്യം പറഞ്ഞത്. ഇതേ തുടർന്ന് നെല്ല് കാറ്റത്തിടുന്നതിനുള്ള യന്ത്രം വാടകയ്ക്ക് പടവിലെത്തിക്കുകയും ചാക്കിലാക്കിയ നെല്ല് പുറത്തെടുത്ത യന്ത്രസഹായത്തോടെ പതിര് നീക്കം ചെയ്യുകയും ചെയ്തു. പിന്നീടെത്തിയ മില്ലുടമകൾ നെല്ലിന് ഗുണനിലവാരം പോരെന്നും കിഴിവ് കൂടുതൽ വേണമെന്നും നിലപാടെടുത്ത് മടങ്ങിപ്പോവുകയായിരുന്നു. വേനൽ മഴ ശക്തമായിക്കൊണ്ടിരിക്കെ ചാക്കിലാക്കിയ നെല്ല് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ടാർപ്പായ കൊണ്ട് മൂടിക്കെട്ടിവെച്ചിരിക്കുകയാണ്. സ്ഥലവാടകയും ടാർപ്പായ വാടകയും കർഷകർ തന്നെയാണ് നൽകുന്നതെന്ന് പടവ് കമ്മിറ്റി ഭാരവാഹികളായ PL ജേക്കബും ബാബുരാജ് കർണങ്കോട്ടും പറയുന്നു. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. ഗവൺമെൻറ് തലത്തിലോ മറ്റെല്ലാ തലത്തിലും നമുക്ക് വേണ്ട ആനുകൂല്യങ്ങളും സഹായങ്ങളും ചെയ്തിട്ട് കൃഷി ലാഭകരമാക്കാനും അത് വരുന്ന തലമുറയ്ക്ക് ഗുണകരമായിട്ടും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെടാനുള്ള ഒരു മാർഗമായിട്ടും അത് കാര്യമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പടവിലെത്തിയ മില്ലുടമകൾ 40% കിഴിവിൽ നെല്ലെടുക്കാമെന്നാണ് പറഞ്ഞത്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പുകൾ വിശ്വസിച്ച് കൃഷിയിറക്കിയ കർഷകർക്ക് കൂലി ചെലവ് പോലും ലഭ്യമല്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. TCV ന്യൂസ്, പാവറട്ടി. ചാലക്കുടിയിലെ കോടതി സമുച്ചയം പ്രവർത്തനക്ഷമമാകുന്നതോടെ അടിപ്പാതയിലും ട്രാംവേ റോഡിലും വൻ ഗതാഗത കുരുക്ക് രൂപപ്പെടുമെന്ന ആശങ്ക. അടിപ്പാതയിലെ പ്രവേശന കവാടത്തിന് വേണ്ടത്ര വീതിയില്ലാത്തത് നിലവിൽ കോടതി ജംഗ്ഷനിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാക്കിയേക്കും. മാസങ്ങൾക്കടക്കം വിവിധ ന്യായാധിപന്മാരുടെ സിറ്റിംഗ് കേന്ദ്രങ്ങളടക്കം പ്രവർത്തനം ആരംഭിക്കുന്ന ചാലക്കുടി കോടതി സമുച്ചയത്തിൽ എത്താൻ പോകുന്നത് 100 കണക്കിന് വാഹനങ്ങളായിരിക്കും. കെട്ടിടത്തിന്റെ അടിയിലെ നില പാർക്കിങ്ങിന് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തുന്ന മറ്റു വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യുമെന്ന് ആശങ്കയുണ്ട്. ദേശീയപാതയിൽ സ്പാൻ മാതൃകയിലെ അടിപ്പാത നിർമ്മിക്കാത്തത് ഗതാഗത കുരുക്കിനിടയാക്കുമെന്ന് ആശങ്കയുണ്ട്. നിലവിൽ തിരക്കേറിയ സമയങ്ങളിൽ ഗതാഗത നിയന്ത്രണത്തിന് പോലീസ് സേവനമുണ്ടെങ്കിലും ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കാറില്ല. ട്രാംവേ റോഡിലൂടെ വരുന്ന 100 കണക്കിന് വാഹനങ്ങൾ അരമണിക്കൂറോളം അടിപ്പാതയിൽ കുടുങ്ങിക്കിടക്കുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. തിരക്കൊഴിവാക്കാൻ നഗരസഭാ ജംഗ്ഷനിൽ ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സംവിധാനം ഒരുക്കണമെന്ന് ചാലക്കുടി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ബിജു S ചിറയത്ത് പറഞ്ഞു. അടിപ്പാതയുടെ അഗ്രം ഉയർത്തുകയും ചെറിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ബോക്സ് മാതൃകയിൽ കവാടം നിർമ്മിക്കുകയും ചെയ്താൽ ഭാവിയിൽ സർവീസ് റോഡുകളിലെ കുരുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നും ബിജു ചിറയത്ത് പറഞ്ഞു. TCV ന്യൂസ്, ചാലക്കുടി. കടപ്പുറം ഉപ്പാപ്പ ജുമാ മസ്ജിദ് കമ്മിറ്റി ഓഫീസ് കുത്തി തുറന്ന് കവർച്ച. ഓഫീസിന്റെ വാതിലുകൾ പൊളിച്ച് ഓഫീസിനകത്ത് കടന്ന മോഷ്ടാവ് 1 ലക്ഷത്തോളം രൂപ കവർന്നു. രാവിലെ ഓഫീസ് സെക്രട്ടറി എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. മദ്രസ അധ്യാപകർക്കും മറ്റും ശമ്പളം നൽകുവാൻ വേണ്ടി ബാങ്കിലിടാൻ സൂക്ഷിച്ച പണമായിരുന്നു മോഷണം പോയത്. പള്ളിക്കമ്മിറ്റി ഭാരവാഹികൾ ചാവക്കാട് പോലീസിൽ പരാതി നൽകി. ആറങ്ങാടി ഇപ്പോൾ പള്ളി ഓഫീസ് പള്ളിയുടെ നേരെ മുമ്പിലുള്ള കുറച്ചുള്ള വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പെരുന്നാൾ രാവിലെ ഓഫീസ് പൂട്ടിയിരിക്കുന്നതിൽ 6-ാം തീയതിയാണ് ഓഫീസ് തുറന്നത്. അന്ന് കുഴപ്പമൊന്നുമില്ല. 6-ാം തീയതി ഞങ്ങൾ കമ്മിറ്റി ഭാരവാഹികൾ 3 ഓഫീസ് തുറന്ന് ഓഫീസിലെ കാര്യങ്ങൾ ചെയ്ത് പൂട്ടിയാണ്. ഇന്ന് രാവിലെ 8-ാം തീയതി രാവിലെ 6:30 മണിക്ക് ഓഫീസ് സെക്രട്ടറി അബ്ദുൽ ഖാദർ വാഫി തുറക്കാൻ വന്നപ്പോൾ 3 ലോക്കും പൊളിച്ച് അകത്തുണ്ടായിരുന്ന പൈസ മുഴുവൻ പോയിരുന്നു. അത് എത്ര രൂപ പോയെന്ന് ഇപ്പം പറയാൻ സാധ്യമല്ല. കാരണം പൈസ പല സ്ഥലത്ത് പല വകുപ്പിലുള്ള പൈസകളുണ്ട്.
അതിനി പോലീസിൻ്റെ കൂടുതൽ അന്വേഷണം കഴിഞ്ഞ് പെട്ടികളൊക്കെ തുറന്നു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഏകദേശം ഇപ്പോൾ ഞങ്ങളുടെ കണക്ക് പ്രകാരം ഒരു 80,000 രൂപ പോയതായിട്ട് ഞങ്ങൾ നിഗമനമുണ്ട്. BJP പ്രവർത്തകർ ഇരിങ്ങാലക്കുടയിൽ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ കോലം കത്തിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയെ അവഹേളിക്കുന്ന തരത്തിൽ ഗണേഷ് കുമാർ പ്രസ്താവന നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് കോലം കത്തിച്ചത്. കുട്ടൻകുളത്ത് നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബസ് സ്റ്റാൻഡിന് സമീപമാണ് കോലം കത്തിച്ചത്. BJP ഇരിങ്ങാലക്കുട മണ്ഡലം പ്രസിഡന്റ് ആർച്ച നീഷ്, സന്തോഷ് ചെറാക്കുളം, കൃപേഷ് ചെമണ്ട, ഷൈജു കുറ്റിക്കാട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴയന്നൂർ ചീരക്കുഴി ഡാമിൽ കൂട്ടുകാരോടൊപ്പം കുളിക്കാനിറങ്ങിയ 10 വയസ്സുകാരൻ മുങ്ങി മരിച്ചു. പഴയ ലക്കിടി സ്വദേശി പള്ളിപ്പറമ്പേൽ മനോജ് മകൻ വിശ്വജിത്താണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കുളിക്കുന്നതിനിടെ കൂട്ടുകാർ ഒഴുക്കിൽപ്പെടുകയും ഇവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ വിശ്വജിത്തിനെ കാണാതാവുകയുമായിരുന്നു. നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് വിശ്വജിത്തിനെ കണ്ടെത്തിയത്. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. പഴയന്നൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അനധികൃതമായി മദ്യം സൂക്ഷിച്ച് വിൽപ്പന നടത്തിയയാളെ കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ഡോക്ടർപടി സ്വദേശി ചൊറാട്ടിൽ വീട്ടിൽ ബൈജുവിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 1/2 ലിറ്ററിന്റെ 8 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവും മദ്യം വിൽപ്പന നടത്തിയതിൽ ലഭിച്ച 1000 രൂപയും പോലീസ് കണ്ടെടുത്തു. കയ്പമംഗലം സബ് ഇൻസ്പെക്ടർമാരായ T. അഭിലാഷ്, AD വിൻസെന്റ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അൻവറുദ്ദീൻ, PK നിഷി തുടങ്ങിയവർ മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. യുവാവിനെ കരിങ്കല്ലുകൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. എടക്കുളം സ്വദേശി തറയിൽ വീട്ടിൽ മിഥുൻ, കണ്ടേശ്വരം സ്വദേശി ഗുരുവിലാസം വീട്ടിൽ വിഷ്ണു എന്നിവരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. കാട്ടുങ്ങച്ചിറ സ്വദേശിയായ പുത്തൻചിറക്കാരൻ ജ്യോതിഷിന്റെ അമ്മ സുജാത എന്നിവരെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. സബ് ഇൻസ്പെക്ടർ CM ക്ലീറ്റസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുരുകദാസ്, സിവിൽ പോലീസ് ഓഫീസർ രജീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അകമലയിലും ചേപ്പലക്കോട്ടും കാട്ടാന ഭീതി തുടരുകയാണെന്ന് വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവ് K. അജിത് കുമാർ പറഞ്ഞു. ചേപ്പലക്കോട് മുതൽ പട്ടാണിക്കാട് വരെ 6 കിലോമീറ്റർ ദൂരം സൌരോർജ്ജ തൂക്കുവേലി സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെയും കോൺഗ്രസ് പാർട്ടിയുടെയും ആവശ്യം MLA അംഗീകരിക്കുകയും പലയിടത്തും പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. എന്നാൽ MLA ഇപ്പോൾ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ട് പോയെന്ന് K. അജിത് കുമാർ ആരോപിച്ചു. DCC സെക്രട്ടറി PN രാജു, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ, ഡിവിഷൻ കൌൺസിലർ ബുഷറ റഷീദ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ശശി മംഗലം തുടങ്ങിയ നേതാക്കൾ കാട്ടാന നാശനഷ്ടം വരുത്തിയ പ്രദേശങ്ങൾ സന്ദർശിച്ചു. കൊടുങ്ങല്ലൂരിൽ ശീതളപാനീയ കടയുടെ മറവിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയയാളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കാവിൽക്കടവ് പടുവിങ്ങൽ വീട്ടിൽ നൂറുദ്ദീനെയാണ് എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ലഹരിക്കെതിരായുള്ള ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായുള്ള റെയ്ഡിലാണ് ഇയാളുടെ ഉടമസ്ഥതയിലുള്ള PKJ എന്ന സ്ഥാപനത്തിൽ നിന്നും 3 കിലോഗ്രാം ഹാൻസും പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയത്. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സംഘടിപ്പിച്ച മെഗാ രക്തദാന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം KS റോസൽ രാജ് അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ രക്തദാനത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ ബ്ലോക്ക് കമ്മിറ്റികൾക്കുള്ള അവാർഡ് വിതരണം നടത്തി. MLA സേവ്യ ചിറ്റിലപ്പിള്ളി, ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ രാധിക, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ്, രക്തബാങ്ക് മേധാവി ഡോക്ടർ സജിത്, ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത കുട്ടനെല്ലൂരിൽ പുത്തൂർ പഞ്ചായത്ത് സ്ഥാപിച്ച ചെടിച്ചട്ടികൾ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം പദ്ധതി പ്രകാരമാണ് ചെടിച്ചട്ടികൾ സ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. മാലിന്യമുക്ത നവകേരളം പരിപാടിയിൽ ജില്ലാതലത്തിൽ മികച്ച പൊതു ഇടത്തിനുള്ള അവാർഡ് ഈ സ്ഥലത്തിന് ലഭിച്ചിരുന്നു. ജില്ലാ കളക്ടർ ഇവിടത്തെ ചിത്രം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ജനശ്രദ്ധയാകർഷിച്ചിരുന്നു. വടക്കാഞ്ചേരിയിൽ അപകടത്തെ തുടർന്ന് 7 വർഷമായി തളർന്ന് കിടപ്പിലായ നാരായണൻ
ഇന്നും നീതിക്കായുള്ള പോരാട്ടം തുടരുന്നു. വടക്കാഞ്ചേരി കരുമത്ര ഭഗവത് സിംഗ് റോഡിൽ താമസിക്കുന്ന മീപ്പാട്ടിൽ നാരായണന് അപകടമുണ്ടായത്. നാരായണന്റെ ബൈക്കിൽ എതിരെ അതിവേഗതയിൽ തെറ്റായ ദിശയിൽ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. തുടർന്ന് കാലിനും നട്ടെല്ലിനും ഗുരുതരമായി പരിക്കേറ്റ നാരായണന് ഇപ്പോൾ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നഷ്ടപരിഹാരത്തിന് നൽകിയ കേസ് വിധിയായെന്ന് വക്കീൽ പറഞ്ഞതായി നാരായണൻ പറയുന്നു. എന്നാൽ അപകടമുണ്ടാക്കിയ ചേലക്കര കുറുമല സ്വദേശി ഗൾഫിലാണെന്ന് നാരായണൻ പറയുന്നു. ഇയാൾ ഓടിച്ചിരുന്ന ബൈക്കിന് ഇൻഷുറൻസ് ഇല്ലാത്തത് നാരായണന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാക്കുകയാണ്. കേസൊക്കെ വിധിയായി അന്ന് സാറ് പറഞ്ഞിട്ടായിരുന്നു. എന്നിട്ട് ഇപ്പോ ആള് ഗൾഫിലാണ്, നാട്ടിലില്ലാന്ന് പറഞ്ഞേ. ഇനിയിപ്പോ ആളെന്നെ പിടിക്കാനോ ഒന്നും നമുക്ക് തീരെ പോവാനും പറ്റാത്ത കണ്ടീഷനായി. അത് എന്തെങ്കിലും ഇത് കേസിന്റെ എന്തെങ്കിലും ഒരു തീരുമാനമാക്കി തരണമെന്ന് അന്ന് പറയണം. ഇതിനിടെ 2023 വീട്ടിൽ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ് തുടയല് പൊട്ടി സ്റ്റീലിട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അപകടമുണ്ടാക്കിയ വ്യക്തിയെ കണ്ടുപിടിക്കാനോ ഇതിനുവേണ്ടി പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങാനോ ആവാത്ത അവസ്ഥയിലായതിനാൽ പോലീസും പ്രതിയെ കണ്ടെത്തുന്നതിൽ നിസ്സംഗത പുലർത്തുകയാണ്. എത്രയും വേഗം കേസിന് പരിഹാരമുണ്ടാക്കിയാൽ മാത്രമേ തന്റെ ചികിത്സ തുടരാനാകൂ എന്നാണ് നാരായണൻ പറയുന്നത്. അധികാരികൾ അതിനായി സഹായിക്കണമെന്നാണ് നാരായണന്റെ അപേക്ഷ. പിന്നെ ഇതുവരെ കേസ് നടക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെയ്ക്കും ഒന്നും തീരുമാനമായിട്ടില്ല. നമുക്കാണ് തീരെ ദിവസം തോറും വയ്യാതെയായി വരിക. ഇപ്പൊ ഈ കാലിൽ അപകടം പറ്റിയാലും ആ വീഴ്ചയില് തണ്ടിന്റെ എല്ലാം ചിന്നി എന്ന് പറഞ്ഞ സ്കാൻ ചെയ്തപ്പോ അത് പറഞ്ഞുകൊണ്ട് ഈ ഇടത്തെ കാലും തളർന്നു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. വേലൂർ ഗ്രാമകം നാടകോത്സവത്തോടൊപ്പം ജനശ്രദ്ധ നേടിയിരിക്കുകയാണ് അലങ്കാരങ്ങളും ചിത്രശില്പ പ്രദർശനവും. നാടിന്റെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്ന നാടക കഞ്ഞിയും ഗ്രാമകത്തിലെ പ്രത്യേകതയാണ്. നാടക നഗരിയിൽ എത്തുന്നവരെ സ്വാഗതം ചെയ്യുന്നത് സ്കൂട്ടർ സൈക്കിൾ ജലധാര യന്ത്രമാണ്. ഊർജ്ജ സംരക്ഷണ പ്രവർത്തകനും KSEB ജീവനക്കാരനുമായ CD ഫ്രാൻസിസ് ആണ് കുട്ടികൾക്കായി ജലധാര യന്ത്രം സ്ഥാപിച്ചത്. സ്കൂട്ടറിന്റെ മുൻഭാഗം ചേർത്ത് നിർമ്മിച്ച സൈക്കിൾ ചവിട്ടുമ്പോൾ ഉയരുന്ന മനോഹരമായ ജലധാര വ്യായാമം ഒരു വിനോദമാക്കി മാറ്റാമെന്ന സന്ദേശമാണ് നൽകുന്നത്. പവലിയന് പുറത്തും അകത്തുമുള്ള ശില്പങ്ങളും ചിത്രങ്ങളും ആകർഷണീയമാണ്. സമൂഹത്തിലെ അവഗണനകൾക്കും അനീതികൾക്കുമെതിരെ വിരൽ ചൂണ്ടുന്ന ശില്പങ്ങളും ചിത്രങ്ങളും പ്രദർശനത്തിനുണ്ട്. ഇത്തവണത്തെ നാടകോത്സവത്തിലെ പ്രധാന ആകർഷണം തുണിപ്പൂക്കൾ കൊണ്ടുള്ള അലങ്കാരങ്ങളാണ്. കവാടം മുതൽ വേദി വരെയുള്ള നടവഴിയിൽ പല വർണ്ണത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ചയൊരുക്കിയത് വേലൂരിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നാട്ടുകാരാണ്. നാടകം കാണാനെത്തുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ ദിവസവും കഞ്ഞിയും ഉപ്പേരിയും നൽകി വരുന്നുണ്ട്. നാടക നഗരിയിൽ എത്തുന്നവർ ഗ്രാമകം കഞ്ഞി കുടിച്ചാണ് മടങ്ങുന്നത്. ഗ്രാമക നാടകോത്സവത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് തന്നെ ഗ്രാമക കഞ്ഞി എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. അത് 2016 ഞങ്ങൾ ഈ നാടകോത്സവം ആരംഭിച്ചപ്പോൾ തൊട്ട് ഒരു നാടകോത്സവം കാണാനെത്തുന്ന സദസ്സ് നാടകം കണ്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് ആ സദസ്സ് കാലിയാവുക എന്നുള്ള ആ ഒരു പതിവ് സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായിട്ട് അവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ജനങ്ങളും കുറച്ചു നേരം ഒന്നിച്ചിരുന്ന് സംസാരിച്ച് പരസ്പരം കഥകൾ, നാടകോത്സവത്തിന്റെ അല്ലെങ്കിൽ ആ കണ്ട നാടകത്തിന്റെ വിശേഷങ്ങൾ കൈമാറി പിരിയുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ജനങ്ങളെ എത്തിക്കാം എന്നുള്ള ഞങ്ങളുടെ ഒരു ആശയമാണ് ഈ ഗ്രാമക കഞ്ഞി എന്ന് പറയുന്നത്. കലാ സാംസ്കാരിക രംഗത്തെ പുത്തൻ ഉണർവ് നൽകുന്നതാണ് വേലൂർ ഗ്രാമകം നാടകോത്സവം. നാടകോത്സവ പ്രവർത്തനങ്ങൾക്ക് മുതിർന്നവരോടൊപ്പം സ്ത്രീകളും കുട്ടികളും ചേരുമ്പോൾ ഗ്രാമകം നാടകോത്സവം അക്ഷരാർത്ഥത്തിൽ ജനഹൃദയത്തിലാണ് നടക്കുന്നത്. TCV എരുമപ്പെട്ടി. NREG വർക്കേഴ്സ് യൂണിയൻ മാടക്കത്തറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പനമ്പള്ളി പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ മാടക്കത്തറ പ്രസിഡന്റ് KP പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ മാടക്കത്തറ സെക്രട്ടറി സാജൻ പോൾ, ഏരിയ ജോയിന്റ് സെക്രട്ടറി സുരേഷ് പുളിക്കൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃപ്രയാർ തേവരുടെ കിഴക്കേക്കരയിലെ ഗ്രാമപ്രദക്ഷിണത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ കുട്ടൻകുളങ്ങര ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഇറക്കിപ്പൂജയും ആറാട്ടും ഭക്തിനിർഭരമായി നടന്നു. തേവരുടെ ആറാട്ടുപുഴ പൂരം പുറപ്പാടിന്റെ ഭാഗമായുള്ള ഗ്രാമപ്രദക്ഷിണത്തിൽ നിവേദ്യം സമർപ്പിച്ചുള്ള ഇറക്കിപ്പൂജ കുട്ടൻകുളം ക്ഷേത്രത്തിലാണ് നടക്കുന്നത്. ക്ഷേത്രത്തിനകത്തേക്ക് തിടമ്പ് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് പൂജ ചെയ്യുമ്പോൾ ഭക്തർ പറന്നിറച്ചു. ചടങ്ങിനെത്തിയ ഭക്തർക്ക് ആറാട്ട് കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു.
ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫുട്ബോൾ വോളിബോൾ ക്യാമ്പുകളുടെ ഉദ്ഘാടനവും രക്ഷിതാക്കൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CB അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ രഞ്ജി T പരമേശ്വരൻ, പ്രധാനാധ്യാപിക NS ഷീബ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സാംബശിവൻ, സിവിൽ പോലീസ് ഓഫീസർ സുനിൽ കുമാർ, പഞ്ചായത്ത് അംഗം KS അനിൽകുമാർ, TS സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും പ്രതിനിധിക്കുക. ജില്ലയിലെ ഡെപ്യൂട്ടി കളക്ടർ എടത്തിരുത്തി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കറവ പശുക്കളുടെ വിതരണം നടന്നു. ചന്ദ്രാപിനി മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം PS ഷമീർ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ സാജിദ പുതിയ വീട്ടിൽ, ഷൈജ ഷാനവാസ്, വെറ്റിനറി സർജൻ ഡോക്ടർ CB സോമു, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ VB പ്രേംലാൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതുപുത്തൻ ട്രെൻഡിംഗ് വസ്ത്രവൈവിധ്യങ്ങളുടെ വിപുലമായ ശേഖരവുമായി വിഷുവിനെയും ഈസ്റ്ററിനെയും വരവേൽക്കാൻ ഒരുങ്ങി കുന്നംകുളം കേരള വസ്ത്രാലയ. മലയാളികൾ എന്നും ആഘോഷമാക്കുന്ന മറ്റൊരു വിഷുക്കാലം കൂടി വരവായി. തുണിത്തരങ്ങളുടെ പുതുപുത്തൻ കളക്ഷനുമായി വസ്ത്രവിപണിയും സജീവമായി. പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായ വസ്ത്രങ്ങൾ ഒരുക്കുന്ന വസ്ത്രാലയങ്ങളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പഴയ തലമുറ പോലും ട്രെൻഡിന് പുറകെ പോകുന്ന പുതിയ കാലഘട്ടത്തിൽ അതിനെല്ലാം അനുയോജ്യമായ രീതിയിൽ വസ്ത്രവൈവിധ്യങ്ങൾ ഒരുക്കിയാണ് കേരള വസ്ത്രാലയ ഉപഭോക്താക്കളെ സ്വാഗതം ചെയ്യുന്നത്. ജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് വിഷുവിനും ഈസ്റ്ററിനും വേണ്ട എല്ലാത്തരം വസ്ത്രങ്ങളുടെയും വലിയ സ്റ്റോക്കാണ് കുന്നംകുളത്തെ കേരള വസ്ത്രാലയത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും പുതിയ ട്രെൻഡ് ലാച്ചകളും ടോപ്പുകളും കസവ് സാരികളും ഫാൻസി സാരികളും കുഞ്ഞുടുപ്പുകളും സെറ്റുമുണ്ട്, സെറ്റ് സാരി, ക്രീം ടിഷ്യൂ, ചുരിദാർ, ലാച്ച സെറ്റ്, മറ്റെല്ലാ റെഡിമെയ്ഡുകൾ, നിത്യോപയോഗ വസ്ത്രങ്ങൾ എന്നിവ സാധാരണക്കാരുടെ ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കേരള വസ്ത്രാലയത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാവുന്നതാണ്. എല്ലാ ഉത്സവാഘോഷങ്ങൾക്കും ജനങ്ങൾ ഒരേ മനസ്സോടെ കേരള വസ്ത്രാലയം തന്നെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിൽ ഇവിടുത്തെ തുണിത്തരങ്ങളുടെ സെലക്ഷനും ഗുണമേന്മയും വിലക്കുറവും തന്നെയാണ്. കടങ്ങോട് പഞ്ചായത്ത് 3-ാം വാർഡ് അരിക്കാട്ടുകുണ്ട് നഗറിന്റെ സമഗ്ര വികസനത്തിന് തുടക്കമായി. സംസ്ഥാന സർക്കാരിന്റെ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 44 കുടുംബങ്ങളുള്ള അരിക്കാട്ടുകുണ്ടിൽ 8 സെന്റ് സ്ഥലത്ത് 2 നിലകളിലായി 2000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് അരിക്കാട്ടുകുണ്ട് അംബേദ്കർ ഗ്രാമം ഒരുങ്ങുന്നത്. MLA AC മൊയ്തീൻ അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, വാർഡ് മെമ്പർ വീണ രമേശ്, പട്ടികജാതി വികസന ഓഫീസർ ഷാബു, UV ഗിരീഷ്, SC പ്രൊമോട്ടർ പ്രണവ് ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. വിറ്റ്നാൻ തൃശൂർ പദ്ധതിയുടെ ഭാഗമായി പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ LRP പരിശീലനം നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കില ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, കില അസോസിയേറ്റ് പ്രൊഫസർ രാജേഷ് എന്നിവർ ക്ലാസ്സിലെത്തു. വിജ്ഞാന കേരളം DMC KV ജ്യോതിഷ് കുമാർ, പ്രചോദി നികേതൻ പ്രിൻസിപ്പാൾ ഡോക്ടർ ബിനു ചാക്കോ, വിജ്ഞാൻ കേരള KRP അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിച്ച യൂത്ത് ലീഗ് നടപടിയിൽ പ്രതിഷേധിച്ച് SNDP മുകുന്ദപുരം യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പുതക്കുളത്തുനിന്ന് ആരംഭിച്ച പ്രകടനം ഢാണാവ് ചുറ്റി ആൽത്തറയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാക്കുളം ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ PK പ്രസന്നൻ, യൂണിയൻ സെക്രട്ടറി KK ചന്ദ്രൻ, സുബ്രഹ്മണ്യൻ മുതുപറമ്പിൽ, CK സുധി, ശിവദാസ് ശാന്തി, MK വിശ്വംഭരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അരനൂറ്റാണ്ടിലേറെയായി ചാവക്കാടും പരിസര പ്രദേശങ്ങളിലും ആഘോഷങ്ങളിലും മറ്റും ശബ്ദവും വെളിച്ചവും നൽകിയിരുന്ന ആൻഡോ സൗണ്ട് ഉടമ പാലയൂർ മുട്ടത്ത് ആൻഡോ ഇനി ശബ്ദമില്ലാത്ത ലോകത്തേക്ക്. അസുഖം ബാധിച്ചതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ
ചികിത്സയിലിരിക്കെയായിരുന്നു ആന്റോയുടെ അന്ത്യം. 81 വയസ്സായിരുന്നു. 1961 പാലയൂരിലെ തന്റെ വീട്ടുമുറ്റത്ത് ആരംഭിച്ച സൗണ്ട് ലൈറ്റ് ഷോപ്പ് ഈ രംഗത്ത് വലിയ സംഭാവന നൽകുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ആദ്യകാലത്ത് കല്യാണം, ഉത്സവം, പള്ളിപ്പെരുന്നാൾ, നാടകം തുടങ്ങി വിവിധ പരിപാടികളിൽ പെട്രോമാക്സ്, ഗ്രാമഫോൺ, വാൽവ് ആംപ്ലിഫയർ എന്നിവ നൽകിയായിരുന്നു തുടക്കം. പിന്നീട് ഇദ്ദേഹം ഈ മേഖലയിലെ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിച്ചു. ജില്ലയിലും പുറത്തും അറിയപ്പെടുന്ന സൗണ്ട് ലൈറ്റ് ഉടമയായി മാറി. ഉത്സവങ്ങളിൽ വലിയ സ്ക്രീനുകളിൽ സിനിമാ പ്രദർശനം എന്നിവ മേഖലയിൽ ആദ്യമായി പരിചയപ്പെടുത്തിയതും ആന്റോയായിരുന്നു. അങ്ങനെ ഈ രംഗത്ത് പുതുതലമുറയ്ക്ക് ഒരു വഴികാട്ടിയായി മാറാൻ ഇദ്ദേഹത്തിന് സാധിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ ട്രഷറർ, ചാവക്കാട് മേഖലാ പ്രസിഡന്റ്, മേഖലാ രക്ഷാധികാരി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഗുരുവായൂർ MLA NK അക്ബർ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PC ഹൈദ്രോസ് തുടങ്ങി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. TC വിനോസ്, ചാവക്കാട്. പുഴയ്ക്കലിലെ ഗതാഗത കുരുക്കിൽ കുടുങ്ങിയ ആംബുലൻസിന് വഴിയൊരുക്കി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലെ ജീവനക്കാർ. ചൊവ്വല്ലൂർ പടിയിൽ നിന്ന് രോഗിയുമായി തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് പോയിരുന്ന ഗുരുവായൂർ ആക്സിന്റെ ആംബുലൻസിനാണ് ഹൈപ്പർ മാർക്കറ്റിലെ ജീവനക്കാർ വഴിയൊരുക്കിയത്. റോഡ് പണി നടക്കുന്നതിനാൽ ഹൈപ്പർ മാർക്കറ്റിന് മുന്നിലെ ഗതാഗത കുരുക്കിൽ 10 മിനിറ്റോളമാണ് ആംബുലൻസ് കുടുങ്ങിക്കിടന്നത്. ഇതോടെ സെക്യൂരിറ്റി അടക്കമുള്ള ജീവനക്കാർ റോഡിലിറങ്ങി വാഹനങ്ങളെ മാറ്റി ആംബുലൻസ് നെസ്റ്റോയുടെ വടക്ക് ഭാഗത്തെ ഗേറ്റിലൂടെ കടത്തിവിടുകയായിരുന്നു. തെക്കേ ഗേറ്റിലൂടെ ആംബുലൻസ് റോഡിലിറങ്ങി തൃശൂരിലേക്ക് പോവുകയും ചെയ്തു. മുപ്ലിയം മുത്തുമല ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പഞ്ചാരിമേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം നടന്നു. കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ അഭ്യസിച്ച PS അഭിഷേക്, EN അനന്തകൃഷ്ണൻ, വൈഷ്ണവ് ബൈജു, KU ദേവനാരായണൻ, PS ആദിദേവ്, VS ധനഞ്ജയ്, VR ആയുഷ് എന്നിവരാണ് പഞ്ചാരിയുടെ പതികാലം മുതൽ കൊട്ടി അരങ്ങേറിയത്. അരങ്ങേറ്റ മേളത്തിന് കുറുങ്കുഴൽ, കൊമ്പ്, വീക്കം ചെണ്ട, ഇലത്താളം എന്നിവയിൽ കൊടകര അനൂപ്, കണ്ണമ്പത്തൂർ വേണുഗോപാൽ, മുല്ലപ്പള്ളി ഗോപൻ, കൊടകര ശങ്കൽരാജ് എന്നിവർ നേതൃത്വം നൽകി. ആശ്രിത നിയമനത്തിലെ പുതിയ വ്യവസ്ഥകൾ പിൻവലിച്ച് ജീവനക്കാരുടെ ആശങ്ക അകറ്റണമെന്ന് ജോയിന്റ് കൌൺസിൽ ചാവക്കാട് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ചാവക്കാട് വ്യാപാര ഭവനിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം PK അബ്ദുൽ മനാഫ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PP ലിൻഡ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി KH നൌഷാദ്, ജില്ലാ സെക്രട്ടറി VJ മെർലി, ജില്ലാ വൈസ് പ്രസിഡന്റ് MK ഷാജി, ജില്ലാ കമ്മിറ്റി അംഗം TK അനിൽകുമാർ, കൌൺസിൽ അംഗം KM രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. പ്ലാക്കോട് ഭദ്രകാളി വനദുർഗ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി മാപ്രാണം തൈവളപ്പിൽ സുരേഷ് തന്ത്രി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പൊങ്കാല മഹോത്സവവും നടന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,225 രൂപ, പവന് 65,800 രൂപ. വെള്ളി ഗ്രാമിന് 102 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,240 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കാടശ്ശേരി കുറ്റിച്ചിറയിൽ പുലിയിറങ്ങി. മാള അമ്പഴക്കാട് 6 ആടുകൾ ചത്തത് വന്യജീവി ആക്രമണത്തിൽ രക്തം വാർന്നാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചരിത്രപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ബുധനാഴ്ച. ദേവസംഗമത്തിൽ പങ്കെടുക്കുന്നത് 24 ദേവീദേവന്മാർ. പിടിക്കിപ്പറമ്പ് ആനയൂട്ടത്തിൽ കൊമ്പൻ ചോപ്പീസ് കുട്ടിശങ്കരൻ ഒന്നാമതെത്തി. മുല്ലശ്ശേരി പറപ്പാടം കോൾപ്പടവിലെ നെൽകർഷകർ ദുരിതത്തിൽ. കൊയ്ത്ത് കഴിഞ്ഞ് സംഭരിച്ച നെല്ല് സപ്ലൈകോ നിയോഗിച്ച മില്ലുടമകൾ ഏറ്റെടുക്കാത്തത് കർഷകരെ പ്രതിസന്ധിയിലാക്കി.
ചാലക്കുടിയിലെ കോടതി സമുച്ചയം പ്രവർത്തനക്ഷമമാകുന്നതോടെ അടിപ്പാതയിലും ട്രാംവേ റോഡിലും വൻ ഗതാഗത കുരുക്ക് രൂപപ്പെടുമെന്ന ആശങ്ക. അടിപ്പാതയിലെ പ്രവേശന കവാടത്തിന് വേണ്ടത്ര വീതിയില്ലാത്തത് ഗതാഗത കുരുക്ക് രൂക്ഷമാക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.